ഒക്കെ ഉണ്ടല്ലോ പല്ല് ക്ലിപ്പിട്ട് കാണുന്നവരൊക്കെ അങ്ങ് അറക്കുമായിരുന്നു. ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഇല്ലേ, അങ്ങ് അറക്കുമായിരുന്നു അവരൊക്കെ ചിരിക്കുന്നത് കാണുമ്പോഴേ. ഇപ്പം പിന്നെ അറപ്പൊന്നുമില്ല, കാരണം ഞാനിപ്പം ഫുള്ള് കൂറയായി തീർന്നു. എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര വൃത്തിയാണ്, നമ്മൾ വന്നപാട് കുളിച്ച് ഫ്രഷായി. പക്ഷേങ്കിൽ ഇപ്പം ഇപ്പം പല്ലിൽ കമ്പിയിട്ട് കാണുന്നക്കാരെ കാണുമ്പോൾ ഒരു ഇഷ്ടം, അങ്ങനെയല്ല, ഭംഗിയുണ്ട്. ചിലരെ ഞാനിവിടെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കണ്ടു. ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇത് എവിടെ നിന്ന് ക്ലിപ്പിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞൊക്കെ മനസ്സിലായില്ല, ഓർമ്മയില്ല എവിടെ നിന്ന് ആരും എപ്പോഴാണ് കണ്ടതെന്ന് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാ തുറന്ന് ഉറക്കമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ CCTV വയ്ക്കേണ്ടി വരും അകത്ത് ബെഡ്റൂമിനകത്ത്, ഞാൻ വാ തുറന്ന് ഉറങ്ങണമെന്ന് ആരോട് ചോദിക്കാനാ. പിന്നെന്താ, ഞാൻ ഇവിടെ നിന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് താഴെ ഇറങ്ങി അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി, വെയിലും കൊണ്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണം. എന്നിട്ട് തിരിച്ച് ഞാൻ വന്ന് വീണ്ടും പഴയ ബിൽഡിങ്ങിൽ തന്നെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നവരോട് ചോദിച്ചു, അല്ല എന്നെ അങ്ങോട്ട് വേറെ ബിൽഡിങ്ങിലേക്കല്ലേ വിട്ടു, പിന്നെ ഞാനെങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് എങ്ങനെ എത്തി? ഞാൻ പറഞ്ഞു അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അവിടെ തുടക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഇതേ ക്വസ്റ്റ്യനാണ് ഞാനും ചോദിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എനിക്കറിയണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ചിലപ്പോൾ എങ്ങനെയും കറങ്ങി ചുറ്റി എത്തതായിരിക്കുമെന്ന്. എന്നാലും എനിക്കത് കൺഫ്യൂഷനാണ്, ഒരു ബന്ധവുമില്ലാതെ ഞാൻ അങ്ങനെ ഈ ബിൽഡിങ്ങിലെത്തി. ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം. എന്നാൽ പിന്നെ ഇവർക്ക് എന്നോട് പറഞ്ഞാൽ പോരെ, ഇതിൽ ഞാൻ കയറി പോയാൽ മതിയെന്ന്. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായി കണ്ടുപിടിക്കുന്നതായിരിക്കും. ഹരിഹര ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകും. എൻ്റെ ദൈവമേ, ഇന്നേ വരെ ഞാൻ ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്, ഒരു കോഫി ഷോപ്പുണ്ട് അതിനകത്ത്. ഈശ്വര, ഞാൻ ഒരു വളയവും ചുറ്റി എപ്പോഴും കണ്ടുപിടിക്കൽ, ഒരു വളയം കിടന്ന് ചുറ്റാന്നേ ഉള്ളത്. നമ്മളിങ്ങനെ ചുറ്റി അവസാനം കണ്ടുപിടിക്കും. ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എല്ലാ മെഡിക്കൽ കോളേജും അങ്ങനെയാണോ എന്നറിയില്ല. കോഴിക്കോട് ഞാൻ പോക്കില്ല, ഞാനിവിടെ തന്നെ. അമ്മ എപ്പോഴും പോക്ക് കോഴിക്കോടാണ് കേട്ടോ, അനിയത്തിയും കോഴിക്കോട് തന്നെ. പക്ഷെ ഞാൻ എപ്പോഴും പോക്ക് പരിയാരത്താണ്. എനിക്കിവിടുത്തെ ഹോസ്പിറ്റലാണ് ഇഷ്ടം. പരിയാരം എൻ്റെ കുടുംബ സ്വത്ത് പോലെയാണ് എനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ നേഴ്സുമാരെയും അല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ഒരിത് കേൾക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവും, അവരെ കുളിച്ചിട്ടാണ് ഉള്ള ഒരു ഏജുള്ളൊരു നേഴ്സുണ്ട് അവിടെ. എന്ത് സ്നേഹമാണെന്നറിയുമോ എല്ലാവരോടും. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കരയാണെന്ന് വിചാരിക്കും കേട്ടോ, കണ്ടാൽ അങ്ങനെ തോന്നുള്ളേ. നല്ല ഏജുള്ള, തടിച്ചിട്ടുള്ള, നല്ല ഹൈറ്റുള്ള ഒരു ആൻറ്റി എന്നൊക്കെ പറയാം. ഒരു 60 ആകുമ്പോൾ റിട്ടയർഡ് ആവണ്ടേ, കണ്ടാൽ അത്രയൊക്കെ തോന്നിക്കും, മനസ്സിലായോ? ഈ നേപ്പാളിൽ ഇവർ വരില്ലേ, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ്, നമ്മുടെ എന്താ പറയില്ല, അതിഥി തൊഴിലാളികളുടെ കുട്ടികളൊക്കെ ഇല്ലേ, അവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെന്ത് കെയറാണെന്നറിയാം കുട്ടീനോടൊക്കെ കാണിക്കുന്നത്. ഹായ് കുഞ്ഞി എന്നൊക്കെ പറഞ്ഞ് തൊട്ട് സ്നേഹിക്കും, അങ്ങനെയൊക്കെ മനസ്സിലാകും. അങ്ങനെ വേണം നേഴ്സുമാരായാൽ. പക്ഷേ എങ്കിൽ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എന്തെങ്കിലും ഞാൻ പേര് ചോദിച്ചിട്ട് അവരെക്കുറിച്ച് വീഡിയോ ഇടാം. എപ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെ ആയിരിക്കണം നേഴ്സുമാരായാൽ, അത്രയും സ്നേഹവും കെയറും ഒക്കെ കൊടുക്കണം നേഴ്സുമാരായാലും, അല്ലേ? എല്ലാവരോടും അങ്ങനെ തന്നെയാണ് സ്നേഹവും കെയറും ഒക്കെ. ഒരാളോട് സ്പെഷ്യൽ എന്നൊന്നുമില്ല, എല്ലാവരോടും. അതാണ് എനിക്ക് അവരുടെ ക്വാളിറ്റിയിൽ എനിക്കിഷ്ടപ്പെട്ടത്. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ, അല്ലാണ്ട് അയ്യോ വലിയ പൈസക്കാരുടെ കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം അങ്ങനെയൊന്നുമില്ല. അവരെല്ലാവരോടും, എല്ലാ മനുഷ്യനോടും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്, സ്നേഹിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതും. ദേഷ്യത്തോടു കൂടി ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. കാണുമ്പോൾ നമുക്ക് ഫേസിൽ കാണുമ്പോൾ വിചാരിക്കും ദേഷ്യമാണെന്ന് വിചാരിക്കും, മനസ്സിലായോ? എന്നാൽ പാവാന്ന് വിചാരിക്കുന്നവർ ഭയങ്കരമായിരിക്കും. 1-2 പേരെ എനിക്കവിടെ ഇഷ്ടമില്ലാതെ ഉള്ളൂ. പിന്നെ അതൊക്കെ ഞാൻ ഒരിക്കൽ പറയാം, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് എനിക്ക് അവിടെ പോയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ചികിത്സകളൊക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ്. എനിക്ക് അവിടെ പോയിട്ട് എല്ലാ ഇതും എനിക്ക് ഓക്കെയാണ്, സൂപ്പറാണ്. എൻ്റെ ചികിത്സ എല്ലാം ഓക്കെയാണ്. എന്ത് ഡൗട്ടും ചോദിക്കാം, എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. എനിക്കെപ്പോഴും സംശയം കൂടുതലാണ്, സംശയം ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആരെന്ത് സംസാരിച്ചാലും ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും.
അതിൻ്റെ പ്രത്യേക ഒരു സ്വഭാവമാണ്. അപ്പോൾ ഡൗട്ടുകളായിട്ട് ക്ലിയറാക്കി തന്നുവിടും. ഇന്നിപ്പോൾ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു, എക്സ്റേ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. മെയിൻ ഡോക്ടറാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സീനിയർ ഡോക്ടറിന് കൂടുതൽ അറിയില്ല എന്നെനിക്ക് മനസ്സിലായി. മെയിൻ ഡോക്ടർക്ക് എന്താ അർജൻറ്റായിട്ട് അയാൾ ഓടി പോവുക, അല്ലെങ്കിൽ ഡോക്ടർ ഇനി പ്രത്യേകിച്ച് കൊന്നേനെ. അപ്പോൾ അടുത്താണോ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയാം ഇപ്പോൾ ഈ അടുത്താണ് എനിക്കിങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അതായത് ഇവിടെയാണ് ഇടൽ, അതിൻ്റെ മുകളിൽ ഇവിടെ ചെറുപ്പത്തിൽ എല്ലാവരും പറഞ്ഞു കേട്ടേക്കണേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ജോലിക്ക് പോകും. എനിക്ക് പോണ്ട കണ്ണൂർ ഞാൻ പോവില്ല. ഒരു പ്രതികാരത്തിൻ്റെ ഒരു ഇപ്പം ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിലരോടുള്ള പ്രതികാരം വിടണം. അത് ഇവിടെ നിന്ന് വേണ്ടി വീട്ടാനായിട്ട്. എൻ്റെ പ്രതികാര ദാഹം തീരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും. ചിലപ്പോഴും പോകും കേട്ടോ, വിട്ടു പോകും. 3-4 ശവങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്നാല് ശവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5-6 ശവത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ദാഹമാണ്. എന്നാലും എന്തോ അതുങ്ങളോട് ഇത്രയും പേരുണ്ടായിട്ടും ഇത്രയും സ്നേഹിക്കുന്ന ജനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 4-5 കൂറകൾക്ക് വേണ്ടിയിട്ടാണ് പ്രതികാര ദാഹമായിട്ട് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നുന്നത്. ഇല്ല, എനിക്കും കണ്ണൂർ വിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി. അത്ര നല്ല ആൾക്കാരാണ്. ഇവിടെ ചെക്കന്മാരൊക്കെ ഭയങ്കര പേടിത്തൊണ്ടന്മാരാട്ടാ. കണ്ണൂരുള്ള ചെക്കന്മാരൊന്നും നിങ്ങൾ നോക്കി പേടിപ്പിച്ചവന്മാരിൽ നിന്ന് മൂത്രം ഒഴിക്കും. അത്രയും പേടിയാണ്. ഭയങ്കര ജാടയൊക്കെ കാണിക്കുമെങ്കിലും ഭയങ്കര പേടിത്തൊണ്ട ചെക്കന്മാരാ. സത്യം. നിങ്ങളൊക്കെ ഒന്ന് ലൈനടിച്ച് നോക്കണം ഇവിടെയുള്ള ചെക്കന്മാരെയൊക്കെ. ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. നിങ്ങളൊരു ലവ് ലെറ്ററൊക്കെ എഴുതി കയ്യിൽ പിടിച്ച് കൊടുക്കേണ്ടി വരും. അവന്മാർ അതും വെച്ച് നിന്ന് വിറയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ കണ്ണൂരിലെ ചെക്കന്മാർ. എല്ലാവരും പറയുന്നില്ല, ഒരു 70% അങ്ങനെയാണ്, പേടിത്തൊണ്ടന്മാരാണ്. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ചെക്കന്മാർ ഇങ്ങനെ അടിമുട്ട് കൂടിയിട്ട് നോക്കും. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാഞ്ഞു പോയിക്കളയും. മനസ്സിലായോ? ആ വഴിക്ക് കാണൂല, ഓടിത്തള്ളിവിടും. മനസ്സിലായോ? അതാണ് നമ്മുടെ നാട്ടിലെ ചെക്കന്മാരുടെ പ്രത്യേകത.